The second module, differential calculus. The first topic is limit. Limit എന്ന് പറയുന്നത് രണ്ട് ലിമിറ്റ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്. നമ്മൾ ഒരു ഫംഗ്ഷനെ വെച്ചിട്ടാണ് നമ്മൾ ലിമിറ്റ് പറയുന്നത്. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് എ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ എക്സ് ഈക്വൽ ടു എയിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവിടെ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ എ. എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷനുണ്ട്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന അറ്റ് എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു 4 or 5 എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വാല്യൂവിലാണ് എങ്കിൽ അവിടെ അതിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ എ, എയിനേക്കാളിലും ഇപ്പോൾ എക്സ് ഈക്വൽ ടു 10 എന്നാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 10നേക്കാളിലും ചെറിയൊരു വാല്യൂവിൽ ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്നായിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്നായിരിക്കും. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എന്നുണ്ട് കേട്ടോ. ഇവിടെ എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് നമ്മൾ പറയാൻ കാരണം നമ്മളവിടെ കൺസിഡർ ചെയ്യുന്ന വാല്യൂസ് എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ എയിനേക്കാളിലും ലെസ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അങ്ങനെ ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുക. അതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. അതിനെ നമ്മൾ അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്തായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? എയുടെ വാല്യൂ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ എയിനേക്കാളിലും കൂടുതലായിട്ടുള്ള, എക്സ് ഈക്വൽ ടു 10 എന്നാണ് എടുക്കുന്നതെങ്കിൽ 10നേക്കാളിലും കൂടിയൊരു വാല്യൂവിൽ ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്നും, റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്നും ആയിരിക്കും. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അതിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന അവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യണം എങ്കിൽ അവിടെ രണ്ട് കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. എന്തായിരിക്കണം? റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. അതെന്തായിരിക്കണം? ഈക്വലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. കണ്ടീഷൻ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ടായിരിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ടായിരിക്കണം, അത് ഈക്വലും ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റൈറ്റ് ഹാൻഡിനെ എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്നും, ലെഫ്റ്റ് ഹാൻഡിലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്നും, അല്ലേ? അത് ഈക്വൽ ആയിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്. ലിമിറ്റിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തേത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് ഈക്വൽ ടു എ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് ഈക്വൽ ടു എ എന്ന് വെച്ചാൽ ലിമിറ്റ് ഏതോ ഒരു വാല്യൂ ടെൻസ് ടു എ, അതേ വാല്യൂ തന്നെയാണ് ലിമിറ്റിൻ്റെ കൂടെയും വരുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഏത് വാല്യൂയിലേക്കാണോ അത് ഫോക്കസ് ചെയ്യുന്നത് ആ വാല്യൂ തന്നെയായിരിക്കും. രണ്ടാമത്തേത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഈസ് ഈക്വൽ ടു കെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു കെ. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ആ കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. അടുത്തത് നമ്മൾ എന്താണ് പറയുന്നത്? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഡിവിഷൻ. അതിലെങ്ങനെയാണ് നമ്മൾ ലിമിറ്റ്, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പെർഫോം ചെയ്യുക. ഒന്നാമത്തേത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷനുണ്ട്, എഫ് ഓഫ് എക്സ് എന്നും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി? എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കാണുക, ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കാണുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അതുപോലെയാണ് എന്ത് ചെയ്യുക? സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എങ്ങനെയായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്. കെ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു
കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ കെയിനെ നമ്മൾ വെളിയിലേക്ക് എടുത്തിട്ട് എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് മാത്രം കണ്ടുപിടിക്കും. കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ഇവിടെ കെ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആയിരിക്കും. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ജി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആവരുത് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബൈ 0 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുക. ലാസ്റ്റ് പ്രോപ്പർട്ടി, if f of x is a polynomial function then limit x tends to c f of x equal to f of c ആയിരിക്കും. ഫംഗ്ഷൻ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ആ സി എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് വാല്യൂയിലേക്കായിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ എക്സിന് പകരം എന്ത് കൊടുക്കും? സി എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്യും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5x ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 7. ഒന്നാമത്തെ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5x ഈക്വൽ ടു എന്തായിരിക്കും? 5 തന്നെയായിരിക്കും. കാരണം നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് എന്ന് പറയുന്നത് എ തന്നെയാണ്. രണ്ടാമത്തേത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 7 ഇസ് ഈക്വൽ ടു 7. 7 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ആ കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 2x² + 8x. ഇതെന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലേ. പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? എക്സിന് പകരം നമ്മൾ ലിമിറ്റിൻ്റെ കൂടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഏത് വാല്യൂയിലേക്കാണോ അത് ഫോക്കസ് ചെയ്യുന്നത് ആ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കും. അവിടെ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 ആണ്. അപ്പം എക്സിന് പകരം നമ്മൾ എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 5 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 2x² + 8x. 2xൻ്റെ സ്ഥാനത്ത് നമ്മൾ 5 എന്ന് അപ്ലൈ ചെയ്യും. 2 × 5² + 8 × 5 5² 25 2 × 25 50 8 × 5 40 50 + 40 90 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ വേറെ നോക്കണ്ട, നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഏത് വാല്യൂ ആണോ ആ വാല്യൂ എന്ത് ചെയ്യുക? എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 8x - 6. ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കണം? -2 ആയിട്ട് എടുക്കണം. അത് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 8x - 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 8 × -2 -6 എന്ന് എഴുതാം. 8 × -2 -16 -6. രണ്ട് മൈനസുകളെ ആഡ് ചെയ്യുക, മൈനസ് സിമ്പിൾ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? -16 + -6 എന്താവും? -22 എന്ന് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x² - 4x ഡിവൈഡ് ബൈ എക്സ് + 2. എക്സിന് ഏത് വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ടേ? 2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ x² - 4x ഡിവൈഡ് ബൈ എക്സ് + 2 എങ്ങനെയാകും? 2² - 4 × 2 ഡിവൈഡ് ബൈ 2 + 2 4 2² 4 4 × 2 8 4 - 8 ഡിവൈഡ് ബൈ 4 4 - 8 എന്ന് പറയുന്നത് -4 -4 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും? -1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു ഫംഗ്ഷന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ടായിരിക്കും, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ടായിരിക്കും. പക്ഷേ അതെപ്പോഴും എന്തായിരിക്കണമെന്നില്ല? ഈക്വൽ ആയിരിക്കണമെന്ന് ഇല്ല. ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അത് ആ ബ്രാക്കറ്റിനുള്ളിലാണ് കേട്ടോ വരേണ്ടത്. ഫോർമാറ്റ് മാറിപ്പോയപ്പോൾ ഇങ്ങനെ ആയതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 if x less than or equal to 0 and f of x equal to 1 if x greater than 0. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ 0യോ 0നെക്കാളും കുറവോ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? -1 ആയിരിക്കും. ഇനി എക്സിൻ്റെ വാല്യൂ 0നെക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? +1 ആയിരിക്കും. അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് 0+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ 0നെക്കാളും കൂടിയൊരു വാല്യൂ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്? 1 എന്ന് നമുക്ക് കിട്ടും. എക്സ് ഈക്വൽ ടു 0- ആണെങ്കിൽ നമ്മൾ എങ്ങനെ കിട്ടും? ലിമിറ്റ് കണ്ടുപിടിക്കുമ്പം ആ 0നെക്കാളും ചെറിയൊരു വാല്യൂ ആണെങ്കിൽ അവിടെ എന്ത് കിട്ടും? -1 കിട്ടും അല്ലേ. അപ്പോൾ ആ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്. പക്ഷേ അതെന്താണ്? ഈക്വൽ അല്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 - എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? -1 ആണല്ലേ. 0നെക്കാളും ചെറിയൊരു വാല്യൂ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? -1 എന്നായിരിക്കും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 + എഫ് ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും?
എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും കൂടുതലാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും 1 എന്നാണ് നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, പക്ഷേ അതെന്താണ് നോട്ട് ഈക്വൽ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ലെന്ന് എഴുതാം അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ കണ്ടീഷൻ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ടായിരിക്കണം റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ടായിരിക്കണം, അതെന്തായിരിക്കണം ഈക്വലും ആയിരിക്കണം അല്ലേ. അല്ലാതെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഉണ്ടെന്നോർത്ത് അത് ഈക്വൽ, അത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷന് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഉണ്ടെങ്കിലേ എഫ് ഓഫ് എക്സ് അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇനി എങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും കണ്ടുപിടിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സിന് പകരം എ മൈനസ് എച്ച് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന് പകരം എന്ത് കൊടുക്കും, എ മൈനസ് എച്ച് എന്ന് കൊടുക്കും. എ എന്ന് പറഞ്ഞാൽ എക്സ് ടെൻസ് ടു ഏത് വാല്യൂ ആണോ അതിനെയാണ് നമ്മൾ എ എന്ന് എടുക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യും, എച്ച് ടെൻസ് ടു 0 എന്നും കൊടുക്കും. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് എച്ച് ടെൻസ് ടു എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, എ പ്ലസ് എച്ച് എന്ന് പറയുന്ന വാല്യൂ. എന്താണ് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലേ. റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞേ, ഇതിനേക്കാളും കൂടിയ വാല്യൂ അല്ലേ, എ പ്ലസ് എന്നാണ്. അപ്പോൾ എ പ്ലസ് എച്ച് നമ്മൾ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ എന്തെടുക്കും, എച്ച് ടെൻസ് ടു 0 എന്ന് എടുക്കും. ആദ്യത്തെ പ്രോബ്ലം, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും കണ്ടുപിടിക്കണം. അറ്റ് എവിടെയായിരിക്കും, എക്സ് ഈക്വൽ ടു 0, വേർ എക്സ് ഈക്വൽ ടു 7x പ്ലസ് 5 if x greater than or equal to 0 and 5 minus 3x if x less than or equal to 0 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0യോ 0-നേക്കാളും കൂടുതലോ ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ ഏതാ, 7x പ്ലസ് 5 എന്നായിരിക്കും. ഇനി എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ ഏതായിരിക്കും, 5 മൈനസ് 3x എന്നായിരിക്കും. അപ്പം നമ്മൾ ആദ്യമേ എന്തെടുക്കുകയാണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് എങ്ങനെയാണ് അത് എന്തായിരിക്കും, 0-നേക്കാളും കൂടിയൊരു വാല്യൂ അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതുമെന്നാണ് പറഞ്ഞ്, എക്സിൻ്റെ സ്ഥാനത്ത് എ പ്ലസ് എച്ച് എന്ന് എഴുതും അല്ലേ. ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്, 0 ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് കൊടുക്കും. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് എഴുതാം. ഇനി നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എച്ച് എന്ന് എഴുതാം അല്ലേ. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താ, 0 തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും ഗ്രേറ്ററിൽ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും കൂടുതലാണെങ്കിൽ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, 7x പ്ലസ് 5 എന്നാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കുക, എക്സിൻ്റെ സ്ഥാനത്ത് എച്ച് കൊടുക്കുക, 7h പ്ലസ് 5 എന്നെടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇനി ലിമിറ്റ് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം, എച്ചിൻ്റെ സ്ഥാനത്ത് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 7 × 0 0 പ്ലസ് 5 എത്ര കിട്ടും, 5 എന്ന് കിട്ടും. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് എന്ന് എഴുതും അല്ലേ. ഇവിടെ ചെയ്യുന്ന വാല്യൂ 0 മൈനസ് എച്ച്. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് മൈനസ് എച്ച് എന്ന് എടുക്കും കേട്ടോ. എഫ് ഓഫ് എച്ച് എന്നല്ല എടുക്കേണ്ടത്, എഫ് ഓഫ് മൈനസ് എച്ച് എന്നാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ എടുക്കുക, ഏത് ഫംഗ്ഷനാണ് എടുക്കേണ്ടത്, എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും ചെറുതാണെങ്കിൽ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, 5 മൈനസ് 3x എന്നാണല്ലേ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക, മൈനസ് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 5 മൈനസ് 3 × മൈനസ് എച്ച് അല്ലേ. 3 × മൈനസ് എച്ച് എന്താവും, മൈനസ് 3h ആവും. 5 മൈനസ് മൈനസ് 3h എന്താവും, മൈനസ് ഓഫ് മൈനസ് എന്താവും, പ്ലസ് ആകും അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാകും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 5 പ്ലസ് 3h എന്നാകും. എച്ചിന് 0 എന്ന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 പ്ലസ് 3 × 0 0 5 പ്ലസ് 0 5 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് വെയർ എക്സ് ഈക്വൽ ടു
3x f of x is equal to 3x plus 1 if x greater than or equal to 1 and 3x minus 1 if x less than 1. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ 1ഓ 1നേക്കാളിലും കൂടുതലോ ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ 3x പ്ലസ് 1 എന്നും എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ 1നേക്കാളും ചെറിയൊരു വാല്യൂ ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 3x മൈനസ് 1 എന്നുമാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് റൈറ്റ് ഹാൻഡ് റൂള്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതും? എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വെച്ച് എഴുതും? എ പ്ലസ് എച്ച്. ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? എച്ച് ടെൻസ് ടു ഏത് വാല്യൂ ആണ്? 1ലേക്കാണ് പോയിരിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 പ്ലസ് എച്ച് എന്ന് എഴുതും. ഇതെന്താണ്? എക്സിൻ്റെ വാല്യൂ 1നേക്കാളും കൂടുതലാണ്. 1നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഏതാണ്? 3x പ്ലസ് 1 എന്നാണ്. ഇവിടെ 3x പ്ലസ് 1ന് എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എച്ച് എന്നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, 1 പ്ലസ് എച്ച് എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ഇവിടെ എന്താണ്? അപ്പറേ നമ്മൾ 0 പ്ലസ് എച്ച് ആയതുകൊണ്ടാണ് 0നെ കൺസിഡർ ചെയ്യാഞ്ഞ് കേട്ടോ. ഇവിടെ 1 പ്ലസ് എച്ച് ആയതുകൊണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1 പ്ലസ് എച്ച് എന്ന് കൊടുക്കണം. അപ്പോൾ 3x പ്ലസ് 1ൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 ഇൻറ്റു 1 പ്ലസ് എച്ച് പ്ലസ് 1 എന്ന് കൊടുക്കണം. ബ്രാക്കറ്റ് ക്ലോസ് ഓപ്പൺ ചെയ്യുക. എച്ച് ടെൻസ് ടു 0 3 ഇൻറ്റു 1 3 ഇൻറ്റു എച്ച് 3h പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 1 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 4 പ്ലസ് 3h എന്ന് കിട്ടും. എച്ചിന് നമ്മൾ എന്ത് കൊടുക്കുക? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 പ്ലസ് 3 ഇൻറ്റു 0 0. നമുക്ക് എത്ര കിട്ടും? റൈറ്റ് ഹാൻഡ് 4 എന്ന് കിട്ടും. ഇനി ലെഫ്റ്റ് ഹാൻഡ് കണ്ടുപിടിക്കുക. ലിമിറ്റ് എച്ച് ടെൻസ് ടു -1 എഫ് ഓഫ് എക്സ്. ഇവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? എഫ് ഓഫ് എക്സിന് പകരം എ മൈനസ് എച്ച്, എയുടെ വാല്യൂ 1 മൈനസ് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ കിട്ടും? എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 മൈനസ് എച്ച് എന്ന് കിട്ടും. ഇനി എന്താണ്? എക്സിൻ്റെ വാല്യൂ 1നേക്കാളും ചെറുതാണെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണ്? 3x മൈനസ് 1 എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 1 മൈനസ് എച്ച് മൈനസ് 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 ഇൻറ്റു 1 3 ഇൻറ്റു മൈനസ് എച്ച് മൈനസ് 3h മൈനസ് 1 എച്ച് ടെൻസ് ടു 3 മൈനസ് 3h മൈനസ് 1 3 മൈനസ് 1 2 എച്ച് ടെൻസ് ടു 0 2 മൈനസ് 3h. എച്ചിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 ഇൻറ്റു 3 0 എന്ന് കിട്ടും. 2 മൈനസ് 0 എന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഉണ്ട്, പക്ഷേ അതെന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അടുത്തതാണ് കണ്ടിന്യൂറ്റി. A function f of x is said to be continuous at a point a if limit x tends to a f of x exists and is equal to f of a. എന്താ പറഞ്ഞിരിക്കുന്നത്? ലിമിറ്റ് എച്ച് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എ എന്ന് പറയുന്ന എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം, അതുപോലെ എഫ് ഓഫ് എയും എക്സിസ്റ്റ് ചെയ്യണം. അത് രണ്ടും ഈക്വലും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ പർട്ടിക്കുലർ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ എടുക്കുകയാണ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ താഴെ പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് എഫ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എഫ് ഓഫ് എ അതായത് എക്സ് ഈക്വൽ ടു എ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിൻ്റെ അകത്ത് എക്സിൻ്റെ സ്ഥാനത്തൊക്കെ എ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് ലിമിറ്റും വേണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും വേണം. അത് ഈക്വലും ആയിരിക്കണം അല്ലേ? എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ? അതുപോലെ തന്നെ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇതെല്ലാം ഈക്വലും കൂടി ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എന്ത് ചെയ്യത്തുള്ളൂ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കത്തുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 4 എക്സ് ക്യൂബ് എന്നാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കണം? എഫ് ഓഫ് എ കണ്ടുപിടിക്കണം, എഫ് ഓഫ് എ പ്ലസ് കണ്ടുപിടിക്കണം, എഫ് ഓഫ് എ മൈനസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? എയുടെ വാല്യൂ. ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? എക്സ് ഈക്വൽ ടു 4 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് 4 കണ്ടുപിടിക്കണം. ഇവിടെ ഫംഗ്ഷൻ എക്സിനേക്കാളും കൂടിയ വാല്യൂ ലെസ് വാല്യൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണെങ്കിലും ഫംഗ്ഷനാണ് എക്സ് ക്യൂബാണ്. അപ്പോൾ എക്സിനായാലും നമ്മൾ 4 എന്ന് കൊടുക്കുക. 4 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ഇൻറ്റു 4 ഇൻറ്റു 4 4 ഇൻറ്റു 4 16 16 ഇൻറ്റു 4
64. എഫ് ഓഫ് 4 അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ എക്സ് എയുടെ വാല്യൂ എത്രയാണ്? 4 ആണല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ്. 4 പ്ലസ്, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എ പ്ലസ് എച്ച്, ഇവിടെ എയുടെ വാല്യൂ 4. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 4 പ്ലസ് എച്ച് എന്ന് കിട്ടും. ഇനി ഫംഗ്ഷന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ക്യൂബ് എന്നാണ് അല്ലേ. എക്സിന് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്? 4 പ്ലസ് എച്ച് അല്ലേ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 4 പ്ലസ് എച്ച് ക്യൂബ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 നമ്മൾ കൊടുക്കുക. ലിമിറ്റ് മാറ്റാൻ വേണ്ടി എച്ചിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. 4 പ്ലസ് 0 ഓൾ ക്യൂബ്. 4 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 4 ക്യൂബ് എത്രയാണ്? 64 ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സ്. അതിനെന്ത് ചെയ്യണം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എ മൈനസ് എച്ച് കാണണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? എ എന്ന് പറയുന്നത് 4 ആണ്. 4 മൈനസ് എച്ച്. ഇവിടെ ഫംഗ്ഷൻ എക്സിന് പകരം നമ്മൾ എന്താ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ടത്? എ മൈനസ് എച്ച് എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് ക്യൂബ് എങ്ങനെയാകും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 4 മൈനസ് എച്ച് ഓൾ ക്യൂബ് എന്നാകും. 4 മൈനസ് എച്ചിൻ്റെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? 4 മൈനസ് 0 ഓൾ ക്യൂബ് എന്നാകും. എന്ന് വെച്ചാൽ 4 ക്യൂബ് എന്ന് പറയുന്നത് എന്താ? 64 ആണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സ്. എന്താ വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇവിടെ ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എഫ് ഓഫ് എയോട് അത് ഈക്വൽ ആണോ നോക്കിയാൽ മതി അല്ലേ. എഫ് ഓഫ് എ എത്രയായിരുന്നു? 64 ആയിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്? എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതുകൊണ്ട് എന്താണ്? എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്? എക്സ് ക്യൂബ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x minus 1 if x less than 2 and 3x minus 2 if x greater than or equal to 2 is continuous at x equal to 2. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എഫ് ഓഫ് എ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമേ എടുക്കുകയാണ്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താ? എയുടെ വാല്യൂ 2 ആണ്. എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കണം. രണ്ട് കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 3x ഡിവൈഡ് ബൈ 2 എന്നാണല്ലേ. അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നല്ലേ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാ? 3x ഡിവൈഡ് ബൈ 2 എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3x ഡിവൈഡ് ബൈ 2വിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 × 2 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 6 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. അത് 3 ആണ്. എന്ന് വെച്ചാൽ എഫ് ഓഫ് 2 അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ലിമിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, ഇവിടെ എയുടെ വാല്യൂ 2 മൈനസ് എഫ് ഓഫ് എക്സ്. പിന്നെ നമ്മൾ എങ്ങനെ എഴുതും? എ മൈനസ് എച്ച് എന്ന് എഴുതും അല്ലേ. ഇവിടെ എയുടെ വാല്യൂ 2 ആണ്. അതുകൊണ്ട് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 2 മൈനസ് എച്ച് എന്ന് എഴുതണം. ഇനി ഇവിടെ ഏത് ഫംഗ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? എക്സിൻ്റെ വാല്യൂ 2വിനേക്കാളിലും ലെസ് ആണെങ്കിൽ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 2x മൈനസ് 1 എന്നാണല്ലേ. അപ്പോൾ നമ്മളിവിടെ 2x മൈനസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 2 മൈനസ് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 × 2x മൈനസ് 1 എന്നായതുകൊണ്ടാട്ടോ 2. അതിൻ്റെ 2 × എക്സിൻ്റെ സ്ഥാനത്ത് 2 മൈനസ് എച്ച്, പിന്നെ എന്താ ഉള്ളത്? -1. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 × 2 4 2 × മൈനസ് എച്ച് -2h പിന്നെ -1. ഇനി നമ്മൾ ലിമിറ്റ് 4 മൈനസ് 1 എത്രയാണ്? 3 ആണല്ലേ. അപ്പോൾ എങ്ങനെ വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 മൈനസ് 2h എന്ന് പറയും. എച്ചിന് 0 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്പോൾ എങ്ങനെ വരും? 3 മൈനസ് 2 × 0 അതായത് 3 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. എന്ന് വെച്ചാൽ എന്താ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതണം? എ പ്ലസ് എച്ച്, ഇവിടെ എയുടെ വാല്യൂ 2. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 2 പ്ലസ് എച്ച്. ഇനി ഇത്
2-നേക്കാളിലും വലിയൊരു വാല്യൂ ആണെങ്കിൽ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 3x ഡിവൈഡ് ബൈ 2 എന്നാണ് അല്ലേ? അപ്പോൾ 3x ഡിവൈഡ് ബൈ 2-ൽ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 2 പ്ലസ് എച്ച് എന്ന് കൊടുക്കണം. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 3 ഇൻറ്റു 2 പ്ലസ് എച്ച് ഡിവൈഡ് ബൈ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 3 ഇൻറ്റു 2 6 3 ഇൻറ്റു എച്ച് 3h ഡിവൈഡ് ബൈ 2. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 6 പ്ലസ് 3h ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. എന്ത് ചെയ്യുക? h ലിമിറ്റ് മാറ്റാനായിട്ട് എച്ചിന് 0 എന്ന് അപ്ലൈ ചെയ്യുക. 6 പ്ലസ് 3 ഇൻറ്റു 0 ഡിവൈഡ് ബൈ 2 6 ഡിവൈഡ് ബൈ 2 3 എന്ന് കിട്ടും അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ എന്താ? ലെഫ്റ്റ് ഹാൻഡ് 3 എന്നാണ് കിട്ടിയത്, റൈറ്റ് ഹാൻഡും 3 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് എന്താണ്? ലിമിറ്റ് h ടെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? അത് എഫ് ഓഫ് 2-നോട് ഈക്വലുമാണ്. അതുകൊണ്ട് x ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അത് അവിടുന്ന് മാറിപ്പോയതാണ് കേട്ടോ, ബ്രാക്കറ്റിനുള്ളിൽ വരേണ്ടതാണ് അത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 2 ഇഫ് എക്സ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 0-യിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ 0 അല്ലാത്തപ്പോഴൊക്കെ എന്താണ്? 1 എന്നാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോഴൊക്കെ എന്താണ്? 2 എന്നാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് നമുക്ക് അറ്റ് എക്സ് ഈക്വൽ ടു 0-യിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ആദ്യത്തേത്? എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എത്രയാണ്? 2 ആണ്. കാരണം എന്താണ്? എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എ മൈനസ് എച്ച് 0 മൈനസ് എച്ച് 0 ആയതുകൊണ്ട് അവിടെ വേണ്ട. ഇനി ലിമിറ്റ് എച്ച് ടെൻസ് ടു എച്ചിന് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? എക്സിന് പകരം എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 0-നേക്കാളിലും കുറഞ്ഞൊരു വാല്യൂ അല്ല, അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല. 0-നേക്കാളും കുറവ് കൂടുതലെന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? 0 അല്ലാത്തപ്പോഴൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 0 അല്ലാത്തപ്പോഴൊക്കെ അവിടെ എത്രയാണ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ അല്ലെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ് അല്ലേ? അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. 1 എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ലിമിറ്റ് അത് തന്നെയാണ്. ഇനി എ പ്ലസ് എ എന്ന് വെച്ചാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് എഴുതാം. 0 പ്ലസ് എച്ചിലും എങ്ങനെയാണ്? എക്സിൻ്റെ വാല്യൂ 0 അല്ലാത്തപ്പോഴൊക്കെ എന്താണ്? 1 എന്നാണ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 1 എന്ന് കിട്ടും അല്ലേ? ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇവിടെ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. പക്ഷേ എന്താണ്? എഫ് ഓഫ് 0 അല്ലെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യത്തില്ല? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കണ്ടിന്യൂസ് ആവത്തുള്ളൂ.